ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തിയതനുസരിച്ച് പോലീസ് വന്നു. അപ്പോഴത്തേക്കും പോലീസിനെ കണ്ടപ്പോഴത്തേക്കും സച്ചിയും രേവതിയും കുറച്ചുകൂടെ ആക്ടിങ് ഒക്കെ കൂടി. അപ്പോൾ പോലീസുകാർ ഓടി വന്ന് ഇവരെ പിടിച്ചു മാറ്റുക. അപ്പോൾ ആ കൂടി നിന്ന് കണ്ടവരൊക്കെ പറഞ്ഞു, അതെ കുറേ നേരമായി സാറേ ഇവർ തുടങ്ങിയിട്ടെന്ന്. അപ്പോഴത്തേക്കും പോലീസുകാർ ഇവനെ ഇന്ന് ഞാനെന്നും പറഞ്ഞു പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. അപ്പോഴത്തേക്കും അയ്യോ സാറേ എന്നെ പിടിച്ചുകൊണ്ട് പോകില്ലേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. ആ നേരം നമ്മുടെ പ്രിൻസിപ്പൾ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, ശരത്തിൻ്റെ പ്രിൻസിപ്പൾ. പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഇവനെ പോലെയുള്ളവരെ പിടിച്ച് അകത്തിടണം മേഡം എന്ന് പ്രിൻസിപ്പൾ പറയുന്നു. അപ്പോൾ അയ്യോ മേഡം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നിന്ന് കരയുക. ഞാനൊരു കോളേജ് പ്രിൻസിപ്പളാണെന്നും ഇതാണ് എൻ്റെ വീടെന്നും ഞാൻ പിന്നെ സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് തരാമെന്നും പറഞ്ഞു. അപ്പോൾ ശരി സാർ, അപ്പോൾ എടോ പിടിച്ച് അകത്തിടറോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലീസുകാർ പറയാം. അപ്പോഴത്തേക്കും സച്ചിയും കൊണ്ട് പോലീസുകാർ പോകട്ടോ. അപ്പോൾ സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ രേവതി പിന്നാലെ. അപ്പോൾ ഞങ്ങൾ പറയുന്ന സാറെന്ന് കേൾക്ക് സാറെന്ന് പറഞ്ഞു. നീ എന്തിനാണോ ഭാര്യ തല്ലിയെന്ന് ചോദിച്ചു. അയ്യോ അപ്പം ഞാൻ കുടിച്ചിട്ടില്ല മേഡം, ഞാൻ തല്ലിയിട്ടില്ല എന്നൊക്കെ സച്ചി പറയാം. മേഡം സത്യമായിട്ട് ഇദ്ദേഹം കുടിച്ചിട്ടില്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക് മേഡം എന്ന് രേവതി പറയാം. അപ്പോൾ ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കുന്നോ, നിന്നെ പോലുള്ള പെണ്ണുങ്ങളാടി ഇവൻ്റെയൊക്കെ ധൈര്യം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ഈ പോലീസുകാർ ദേഷ്യപ്പെടുന്നു. ഇവനെയൊക്കെ പേടിച്ച് നീയൊക്കെ പരാതി പോലും തരില്ലല്ലോ ഓടി എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഈ ആക്ടിങ് ആണ് മേഡം, ആക്ടിങ്. അപ്പോൾ ഇത് അഭിനയമാണെന്ന് പറഞ്ഞു സച്ചിയും. അപ്പോൾ അതെ എനിക്കെല്ലാം മനസ്സിലായി ഇന്ന് പോലീസുകാരി. നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ കുടിക്കാത്തതുപോലെ അഭിനയിക്കല്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ അല്ല മേഡം ഇതാണ് ഒറിജിനൽ എന്നും പറഞ്ഞത് രേവതി. അപ്പോൾ ഞാൻ നേരത്തെയാണ് അഭിനയിച്ചത് മേഡം എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് വണ്ടി കയറാമെന്ന് SI പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയില്ല മേഡം, ഇതേത് കൊണ്ടുപോയില്ല മേഡം എന്ന് പറഞ്ഞു രേവതി. അപ്പോഴത്തേക്ക് സച്ചേട്ടാ മേഡം അപ്പോൾ കാര്യം കയ്യിൽ നിന്ന് പോയി. സച്ചിയെ പിടിച്ച് വണ്ടിക്കകത്ത് അടച്ചു. അതിനുശേഷം ഇവർ പോയി. അപ്പോഴത്തേക്ക് ശരത്ത് ചേച്ചി എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ നീ ഇത് പോടാന്ന് മോറി നിൽക്കണം, വായി അടയ്ക്കുക. അല്ല നീ ഒരാൾ കാരണമാണെന്നും സച്ചേട്ടൻ കുടിച്ചിട്ടില്ല എന്നും ഞങ്ങൾ അഭിനയിച്ച നാടാന്നൊക്കെ രേവതി പറയുന്നു. അഭിനയിക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ നിന്നെ പരീക്ഷ എഴുതിക്കാൻ പ്രിൻസിപ്പളിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന കാര്യം പറയുവാണ് രേവതി ശരത്തിനോട്. നിനക്ക് നല്ലത് ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ സച്ചൻ അകത്തായില്ലേടാന്ന് ചോദിക്കും. ഇതിനോട് നേരത്തെ പറയണ്ടായിരുന്നു ചേച്ചി എന്ന് ചോദിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് രേവതി എന്തായാലും ചോദിക്കുക. അപ്പോൾ ചേച്ചി പേടിക്കണം, നമുക്ക് സ്റ്റേഷനിൽ പോയി സത്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ശരത്ത്. ചേച്ചി വരാൻ പറഞ്ഞു. അങ്ങനെ ശരത്ത് രേവതിയും കുട്ടി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സെല്ലിനകത്ത് കിടന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടല്ലേടാ എന്ന് പോലീസുകാർ ചോദിക്കുക സച്ചിയോട്. നട റോട്ടിൽ കുടിച്ച് കൂത്താടുകയല്ലായിരുന്നു ചോദിക്കും. എൻ്റെ പൊന്നു സാറേ ഞാൻ പറഞ്ഞില്ലേ, അത് ചുമ്മാ അഭിനയിച്ചതാണെന്ന് സച്ചി. ഞാൻ കുടിച്ചിട്ടില്ല സാറേ, സത്യം. വേണമെങ്കിൽ ആ മെഷീനില്ലേ അത് വെച്ച് എന്നെ ഒന്ന് പരിശോധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പോലീസുകാർ. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ സച്ചി അതിൻ്റെ അകത്ത് തന്നെ പൂട്ടിയിട്ടേക്കുക. അപ്പോഴത്തേക്കും രേവതിയും അതുപോലെ നമ്മുടെ ശരത്തും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം മേഡം എനിക്ക് SI സാറിനെ ഒന്ന് കാണുന്നു. അപ്പം സാർ അകത്തുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെന്നു. അപ്പോൾ സാർ അവിടെ ഇരിക്കാം. സാർ ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയാണെന്നും അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി പറയുക. ആഹാ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ, കുടിച്ച് ബോധം കേട്ട് നിന്നെ അടിച്ചെന്നല്ലേ പറഞ്ഞതെന്ന് SI ചോദിക്കുക കേട്ടോ. അന്നേരം സാർ ഇവൻ എൻ്റെ അനിയനാ, കുറച്ച് നാൾ ഇവന് കോളേജിൽ പോകാനായിട്ട് പറ്റിയില്ല, അറ്റൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു എന്നുള്ള കാര്യം രേവതി SIയോട് പറയണു. ഞാനും സച്ചേട്ടനും കൂടെ പ്രിൻസിപ്പളിനെ പോയി കണ്ടു. അപ്പം സംസാരിക്കാൻ ചെന്നു, പക്ഷേ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യം രേവതി പറയൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സു മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡ്രാമ കളിച്ചതാണെന്ന് രേവതി പറയുവാണ്. കുടിച്ചതായിട്ട് സച്ചേട്ടൻ അഭിനയിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ സാറിരുന്ന് തലയാട്ടുക. അതുകൊണ്ട് പ്രിൻസിപ്പൾ ഇവനെ പരീക്ഷ എഴുതാൻ വിടുമെന്ന് കരുതി ഞങ്ങളെന്നൊക്കെ പറയുവാണ്. അപ്പം എനിക്ക് വേണ്ടി സാറേ അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ശരത്ത് പറയുക കേട്ടോ. നട റോട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച പോലീസ് നോക്കി നിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിച്ചു SI സാർ. അപ്പോൾ സാർ തെറ്റുപറ്റിയത് അറിയാതെ ഞങ്ങൾ ചെയ്തു പോയതാ, അദ്ദേഹത്തെ ഒന്ന് വിടണം സാർ പ്ലീസ് എന്നും പറഞ്ഞ് രേവതി വന്ന് കൈ കൂപ്പുമ്പോൾ നിങ്ങളുടെ ഒരു ഡ്രാമ, എനിക്ക് വിടാൻ പറ്റത്തില്ല അവനെ. CI മേഡാണ് അറസ്റ്റ് ചെയ്തത്, മേഡത്തോട് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു, ചിലപ്പോൾ അവനെ വിട്ടേക്കും. അപ്പം ഞാൻ മേഡത്തോട് സംസാരിച്ചോളാം സാർ, മേഡം എവിടെയാണ് സാറിന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ ഒക്കത്തില്ല, മേഡം ഇപ്പോൾ സ്ഥലത്തില്ല എന്നും നാളെ രാവിലെ വരത്തുള്ളൂ എന്ന കാര്യം SI പറഞ്ഞു. അയ്യോ രാവിലെയോ? അതെ രാവിലെ. ഇവന് വേണ്ടി സാർ അദ്ദേഹം അങ്ങനെ ചെയ്തത്, ദയവ് ചെയ്ത് ഒന്ന് വിടണം സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിടാനൊന്നും പറ്റത്തില്ല എന്ന്. അപ്പം സാർ ആ മേഡത്തിൻ്റെ നമ്പർ ഒന്ന് താ സാർ, ഞാൻ മേഡത്തിനെ വിളിച്ചോളാം സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം ഇല്ല നമ്പർ ഒന്നും തരാൻ ഒക്കത്തില്ല, നിങ്ങൾ പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സാർ അദ്ദേഹത്തിന് പകരം എന്നെ ലോക്കപ്പിലിട്ടോളാൻ ശരത്ത് പറഞ്ഞു. അദ്ദേഹത്തെ വിടാനും ശരത്ത് പറയുമ്പം അത് കൊള്ളാം, എന്നിട്ട് ഞാൻ കൊടുക്കണം അല്ലടോ എന്ന് ചോദിച്ച് ആൾമാറാട്ടം നടത്തിയെന്നും പറഞ്ഞ് എനിക്കും കിട്ടും സസ്പെൻഷൻ. നീ കൊള്ളാമല്ലോ, നിങ്ങളിപ്പോൾ ചെന്നേ നാളെ രാവിലെ വന്നാൽ മതി. ഇപ്പോൾ അവനെ വിടാൻ എന്തായാലും ഒക്കത്തില്ല എന്ന് സാറ്
ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു. അപ്പോൾ മൊത്തം പെട്ടു. സാർ അദ്ദേഹത്തിനെ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ അത് വേണമെങ്കിൽ നീ പോയി കൊണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. സച്ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു? ഇത് അത്ര വലിയ കേസൊന്നും അല്ലല്ലോ രേവതി, പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോളാൻ സച്ചി രേവതിയോട് പറയാം. മനസമാധാനത്തോടെ എങ്ങനെ വീട്ടിൽ പോകാൻ കഴിയും എന്ന് രേവതി അന്നേരം ചോദിച്ചു. ഇന്ന് രാത്രി സച്ചേട്ടൻ ഇവിടെയല്ലേ കിടക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കട്ടെ, സ്വാധീനമുള്ള ആരെങ്കിലും വിളിച്ചാൽ സച്ചേട്ടനെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട രേവതി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. വേണം ഞാൻ വിളിക്കാൻ പോവാമെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ അപ്പുറം പോയി ആരെയോ വിളിക്കുക. അപ്പോഴത്തേക്കും സച്ചേട്ടാന്നും പറഞ്ഞ് ശരത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മളെയൊന്നും സഹായിക്കാൻ ആരും ഇല്ലടാ എന്ന് സച്ചി പറഞ്ഞു. നീ എങ്ങനെയെങ്കിലും എക്സാം എഴുതണം, അതിന് വേറെ വഴിയൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരത്തിന് സങ്കടമായി. ഞാൻ കാരണം സച്ചേട്ടന് ലോക്കപ്പിൽ വരെ കിടക്കേണ്ടി വന്നില്ലേ അല്ലേ സച്ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശരത്ത് ചോദിക്കും കേട്ടോ. സാരമില്ലടാ പോട്ടടാന്നും പറഞ്ഞായി പിന്നെ ശരത്തിനോട് സച്ചി പരീക്ഷ എഴുതാൻ സമ്മതിച്ചല്ലോ, എനിക്ക് അത്രയും മതിയെന്ന് പറഞ്ഞു. സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്ക് കോളേജിലൊന്നും പോയി പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല, പിന്നെ നീ നന്നായിട്ട് പഠിക്കണം, പരീക്ഷ എഴുതി വലിയ മാർക്കോടെ നീ പാസ്സാവണം, നിൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും നിന്നിൽ അത്രത്തോളം പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പഠിക്കാൻ സച്ചേട്ടാന്ന് ശരത്ത് പറഞ്ഞുകൊണ്ട് കരയാം. അതിന് നീ എന്തിനാണ് ഇപ്പോൾ കരയുന്നേ, കരയാതിരിക്കടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ രേവതി അപ്പുറം പോയി നിന്ന് ആരെങ്കിലും വലിയ തലപ്പത്തുള്ള ആൾക്കാർ വിളിച്ച് പറഞ്ഞാൽ വീട് ഉറപ്പാണ്. എനിക്കാണെങ്കിൽ എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക. വർഷയ്ക്ക് ചിലപ്പോൾ പരിചയം കാണും, അവളോടൊന്ന് പറഞ്ഞു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി വേഗം ഫോൺ എടുത്ത് വർഷയെ വിളിച്ചു. എന്താ രേവതി ചേച്ചിയെന്ന് ചോദിച്ചു. വർഷ എടുത്തു. അപ്പോൾ എനിക്ക് നിൻ്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. എന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ല എന്ന് രേവതി പറയാം കേട്ടോ. എന്തു പറ്റി ചേച്ചി, എന്താ കാര്യമെന്ന് ചോദിച്ചോ. അപ്പോൾ സച്ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രേവതി ഉള്ള കാര്യങ്ങൾ വർഷയോട് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലതിന് വേണ്ടി ചെയ്തതാ പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയുമ്പം ആ ഇൻസ്പെക്ടറോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലയെന്നും സച്ചേട്ടനെ അറസ്റ്റ് ചെയ്ത മേഡം ഇപ്പോൾ സ്ഥലത്തില്ലെന്ന കാര്യവും പറയാം. അവർ നാളെ രാവിലെ വരത്തുള്ളതെന്നാണ് പറഞ്ഞതെന്നൊക്കെ രേവതി വർഷയോട് പറയണം. സ്വാധീനമുള്ള ആരെങ്കിലും ഇൻസ്പെക്ടറെ വിളിച്ചു പറഞ്ഞു സച്ചേട്ടനെ വിടുമെന്നാണ് പറഞ്ഞതെന്ന കാര്യവും പറയുകയാണ്. വർഷയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവരെ കൊണ്ട് ഒന്ന് വിളിച്ച് പറയിപ്പിക്കാവോ എന്ന് രേവതി വർഷയോട് ചോദിക്കുക. പ്ലീസ് വർഷേ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അന്നേരം ചേച്ചി ടെൻഷൻ ആവാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വർഷ അച്ഛനെ വിളിക്കുക. അപ്പോൾ അമ്മയെ വിളിക്കുക. അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. എന്താ മോളെ, കാശിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട എനിക്ക് ക്യാഷൊന്നും വേണ്ട അമ്മേ, അതെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അമ്മേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അത് ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് പറ്റിപ്പോയതാ, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അച്ഛൻ്റെ ഫ്രണ്ടാണല്ലോ ഇവിടുത്തെ SP സാറ്. അപ്പോൾ ആ സാറൊന്ന് വിളിച്ചു പറഞ്ഞാലേ SI സാറ് അദ്ദേഹത്തെ വിടുമെന്ന കാര്യം വർഷ പറയാം. അച്ഛനോട് SP സാറിനെ ഒന്ന് വിളിക്കാൻ അമ്മ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മധുവിനോടൊന്ന് ചോദിക്കട്ടെ, നീ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു മഹിമ. മധുവേട്ടാ, വർഷയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും അയാളെ പുറത്തിറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട് SP-യോടൊന്ന് പറയാമെന്ന് വർഷ ചോദിച്ചു എന്ന് പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ കാരണങ്ങളുണ്ടാവും, എനിക്കതിലൊന്നും ഇടപെടാൻ കഴിയില്ല എന്ന് മധുസൂദനൻ പറയുന്നു. അത് വർഷ കേൾക്കുന്നു. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വർഷ പറഞ്ഞു. ഹെൽപ്പ് ചെയ്യുക മധുവേട്ടാ എന്ന് പറഞ്ഞു. ആരാണ് എന്താണെന്ന് അറിയാതെ ഇടപെടാൻ പറ്റുമോ, ആരെയാണ് അറസ്റ്റ് ചെയ്തത്, ഏതാ സ്റ്റേഷൻ എന്നൊക്കെ ചോദിച്ചപ്പം മോളെ ഏത് സ്റ്റേഷനിൽ അയാളുള്ളതെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും അത് പിന്നെ ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു. എന്താ അയാളുടെ പേരെന്ന് ചോദിച്ചു. അപ്പം വർഷം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അത് പിന്നെ സച്ചേട്ടനെ അമ്മ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പം ആ റൗഡിയോ. അപ്പോഴത്തേക്കും മധുസൂദനനും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അവന് വേണ്ടി ഞങ്ങൾ സംസാരിക്കാനാണ്, നിനക്ക് നാണമില്ല ഇത് പറയാൻ, അവൻ എന്തെങ്കിലും തക്കതായ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചു, അതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അവന് വേണ്ടി ഞങ്ങളോട് നീ സംസാരിക്കുന്നു, അവൻ ഞങ്ങളോട് നിൻ്റെ അച്ഛനോട് ചെയ്തതൊക്കെ നീ മറന്നോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ദേഷ്യപ്പെടുക. അവന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവർക്ക് എങ്ങനെ തോന്നിയെന്നായി പിന്നെ അമ്മേ. അതൊക്കെ പഴയ മാറ്റമല്ലേ, അതൊക്കെ വിടമ്മേ എന്ന് വർഷ മഹിമയോട്. ഇപ്പോൾ സച്ചേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല അമ്മേ എന്നും പറഞ്ഞു. പിന്നെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതാണെന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഹെൽപ്പ് ചോദിച്ചത്. അപ്പോൾ ഇല്ല വർഷേ, അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഈ കാര്യം പറഞ്ഞു നീ എന്നെ വിളിക്കണ്ടെന്നും പറഞ്ഞിങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ചോദിച്ചപ്പോൾ സച്ചിക്ക് വേണ്ടി അവൾ പറഞ്ഞെന്ന് പറയുമ്പോൾ നാണമില്ലല്ലോ, എൻ്റെ അവതാരത്തിൽ അവന് പുറത്തിറങ്ങണം, അവനെ പിടിച്ച് അകത്തിടുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ അവനെ പിടിച്ച് പുറത്താക്കാൻ അവൾ നോക്കുന്നു. ഇപ്പം എന്തായാലും നന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ മഹിമേ. മനസ്സിലായില്ല, എന്താ, നീ ചന്ദ്രമതിയുടെ വീട്ടിലോട്ടൊന്ന് ചെല്ല്. സച്ചി പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതിൽ കുടുംബത്തിന് അപമാനമായി, ഞങ്ങളോട് ആളുകളൊക്കെ ചോദിക്കുക, പിന്നെ ഇങ്ങനെ ഒരുത്തൻ താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ മോൾ എങ്ങനെ താമസിക്കും എന്നൊക്കെ ചെന്ന് പറയാൻ പറഞ്ഞ് കെട്ടിയോളെ മൂപ്പിച്ച് പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ
കച്ച കെട്ടി അങ്ങോട്ടേക്ക് പോണു. ഇതേ സമയത്ത് വർഷ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോഴത്തേക്ക് രേവതി വിളിച്ചു. ആരോടെങ്കിലും നീ സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു ചേച്ചി, പക്ഷേ നടന്നില്ല എന്ന് വർഷ പറയാം. അയ്യോ ഇനി എന്നെ ചെയ്യും ചേച്ചി, എനിക്ക് കൂടുതൽ ആളുകളെ ഒന്നും പരിചയമില്ല എന്ന് വർഷ പറയും കേട്ടോ. എന്താ ചെയ്യുക ചേച്ചി നമ്മളിനി ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ സാരമില്ല വർഷേ, ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി എന്നെ മേഡത്തിനോട് സംസാരിച്ച് നോക്കി, എന്നിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്ക്. സച്ചേട്ടനെ അവർ ഉറപ്പായിട്ടും വിടും ചേച്ചി എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. രേവതി ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് അവിടെ നിന്ന് സച്ചേട്ടന് വിശക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും പോയി വാങ്ങട്ടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരം എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എനിക്കൊന്നും വേണ്ടാന്നും ശരത്തിനോട് പറഞ്ഞു സച്ചി. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി ആരെങ്കിലും വിളിച്ചോന്ന് ചോദിച്ചു ശരത്ത്. ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. എനിക്കങ്ങനെ ആരെയും അറിയില്ലല്ലോ, ഞാൻ വർഷയെ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു, അവളുടെ അച്ഛനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സ് കാണും, പക്ഷെ അവളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണോ എന്ന് ചോദിക്കുക സച്ചി. അവർ നമ്മൾ ഒരിക്കലും സഹായിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ ആളാണ് അവളുടെ അച്ഛൻ. ഞാൻ സ്റ്റേഷനിലാണെന്ന് അറിയുമ്പോൾ അയാൾ സന്തോഷിക്കത്തേ ഉള്ളൂ എന്ന കാര്യം സച്ചി ഇങ്ങനെ രേവതിയോട് അന്നേരം പറഞ്ഞു. നമ്മൾ അവരുടെ മുന്നിൽ താഴ്ന്നു നിൽക്കരുത് രേവതി, അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു. നമ്മൾ നേരിട്ടല്ലെങ്കിലും ആരെയും ഒരുപാട് നമ്മൾ സഹായം ഒന്നും ചോദിക്കാനും പാടില്ല. നീ എന്തിനാ വർഷയെ കുളിക്കാൻ പോയെന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചേട്ടാ സച്ചേട്ടൻ ഈ ലോക്കപ്പിൽ കിടക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല എന്നൊക്കെ രേവതി അന്നേരം പറഞ്ഞു. സച്ചേട്ടനെ പെട്ടെന്നൊന്ന് പുറത്തിറക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിളിച്ചത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ശരത്തെ ഇനി രേവതി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നീ രേവതിയും കൂടി വീട്ടിൽ പോകാനായിട്ട് ശരത്തിനോട് സച്ചി അന്നേരം പറഞ്ഞു. രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ രേവതി നീ വീട്ടിൽ പോയി, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട, അച്ഛൻ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പരസ്പരം സംസാരിച്ചു. നിർബന്ധിച്ച് സച്ചി രേവതിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് രേവതി വീട്ടിൽ വന്നപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കും കേട്ടോ. രേവതിയെ കണ്ടപ്പോൾ തന്നെ ഒരു തലയാട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നു. രേവതിയാണെങ്കിൽ ആകെ തളർന്ന മനസ്സുമായിട്ടാ കയറി വരുന്നേ. എവിടെ പോയതായിരുന്നടി നീ, നിനക്ക് തോന്നുമ്പോഴാണോ കയറുകയോ ഇറങ്ങുകയും ചെയ്യുന്നത്, വീട്ടിൽ വരേണ്ട സമയമാണോടി നീ എവിടെ പോയതാണെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ രേവതിയോട് ചോദിക്കുമ്പം കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് ജോലിയാണ് നിനക്കുണ്ടായിരുന്നേ? പൂ വിൽക്കുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി കുറച്ച് മാല കെട്ടി കൊടുക്കാനുണ്ടായിരുന്നു എന്നും അതാ വൈകിയതെന്നും രേവതി വന്ന് അമ്മയോട് പറയപ്പോഴത്തേക്കും രവിയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. രവിയേട്ടൻ ഇറങ്ങി വന്നിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രവിയേട്ട പറഞ്ഞത് കേട്ടോ, മാല കെട്ടാനുള്ളത് കൊണ്ടാ വൈകിയതെന്ന്. നീ വൈകി, നിന്റെ ഭർത്താവ് എവിടെ, അവനെയും കണ്ടില്ലല്ലോ എന്ന് ചന്ദ്രമതി. അപ്പോൾ സച്ചേട്ടൻ നാളെ രാവിലെ വരൂ എന്ന് പറഞ്ഞു രേവതി. അതെന്ത് പറ്റി മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എവിടേക്കാ ട്രിപ്പ് പോയത്, പോലീസ് സ്റ്റേഷനിലേക്കോ ആണോ എന്ന് ചന്ദ്ര ചോദിക്കണം. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഇറങ്ങി വരുമോ, രണ്ടിൻ്റെ മുഖത്ത് ബൾബ് തെളിഞ്ഞ് നിൽപ്പുണ്ട്. നീ ഫംഗ്ഷന് മാല കെട്ടി കൊടുക്കാൻ പോയതും പോലീസ് സ്റ്റേഷനിലാണോ എന്നൊക്കെ ചന്ദ്രമതി രേവതിയോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അറിഞ്ഞത് രേവതിക്ക് മനസ്സിലായി. ഇവള് കള്ളം പറയാത്ത സത്യസന്ധയായ പെണ്ണാണെന്നല്ലേ നിങ്ങൾ പറയാറ്, എല്ലാവരും ഇവളെ കണ്ട് പഠിക്കണമെന്നും നിങ്ങൾ പറയാറുണ്ട് ഇല്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? വേറെ എവിടെയും പെണ്ണില്ലാത്തതുപോലെ നിങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവന്ന മരുമകളല്ലേ ഇവള്. മാല കെട്ടാൻ പോയി, അവൻ ട്രിപ്പ് പോയി, ഇതുപോലെ എത്രയെത്ര നുണകൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ചന്ദ്ര. അപ്പോൾ രവതി മോളെ സച്ചി എവിടെ എന്ന് അച്ഛൻ ചോദിച്ചു. രേവതിക്ക് ഇനി ഉള്ളത് പറയണമല്ലോ, ഉള്ളത് പറയാനും പറ്റുന്നില്ല, പറയാതിരിക്കാനും പറ്റാതെ രേവതി ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുമ്പോൾ വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് സച്ചി എവിടെയെന്ന് അച്ഛൻ വീണ്ടും രേവതിയോട് ചോദിച്ചു. അച്ഛനോട് പറയാൻ വേണ്ടി ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ രേവതി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും ടാറ്റാ.